ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല, ആരുണ്ടോ ആവട്ടെ, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയ വിജ്ഞാനത്തിന്റെ മധുരം ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിൻഗാമികൾക്ക് ഈ ഹദീസ് പറഞ്ഞപ്പോൾ ചിരിച്ചു. കാരണം ലഹിക റസൂലുള്ളാഹി സുലഹിച്ചിട്ടുണ്ട്, ചിരിക്കേണ്ട ആവശ്യമില്ല, സുല ചെയ്തിട്ടുണ്ട്. അന്ന സംഭവം കണ്ട് ചിരിച്ചതാ. ഈ ഹദീസ് അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു കൊടുത്തു, ചിരിച്ചു. സഹാബികൾ പിന്നീട് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ചിരിച്ചു. താബിഈങ്ങൾ ഈ അടുത്ത തലമുറയായ താബിഈങ്ങൾക്ക് ചിരിച്ചു. ഈ ഹദീസ് ഓതി തന്നിട്ട് ഇന്റെ ഉസ്താദ് അണപ്പല്ല് വെളിവാക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ദീൻ. നിങ്ങളെ കറസ്പോണ്ടൻസ് കൊടുത്തല്ല, തുള്ളണ്ട വെറുതെ. ഇസ്ലാം എന്താണ് പഠിക്കുക. ചേകനൂരികളെ സൃഷ്ടിക്കുകയല്ലാതെ ഇന്നത്തെ ചില ഓഫീസുകളിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാവുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇത് അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി എന്റെ സ്വഹാബികളെ പ്രാധാന്യം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രാധാന്യം പറഞ്ഞ എന്താ? ഹബീബായ നബിയെ പറ്റി പറഞ്ഞതല്ല, ഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب. മുഹമ്മദ് നബി മുഅല്ലിമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഗുരുകുല വിദ്യാഭ്യാസമാണ് അല്ലേ? അങ്ങനെയല്ലേ ആയത്തങ്ങോട്ട് എത്തിച്ചു കൊടുക്കും, നീ കണ്ട മാതിരി കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞല്ല. യുഅല്ലിമുഹും ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല. ഇതൊക്കെ ദുനിയാവിൽ ഒരാൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സത്യത്തിന്റെ ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു എന്നത് സത്യമായതുപോലെ സത്യം. ആ ആയത്തിനർത്ഥം എന്താ പറഞ്ഞത്? ആയത്തെത്തിച്ചു കൊടുക്കുകയല്ല. മുഹമ്മദ് നബി ഗുരുനാഥനാണ്. ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഗുരുക്കൾ വേണ്ട, എനിക്ക് നിയമങ്ങൾ ഞാൻ സ്വയം പഠിച്ചുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ സ്വയം സ്വീകരിച്ചുകൊള്ളാം. എന്റെ നിയമം എനിക്ക്, മുൻഗാമിയുടെ നിയമം മുൻഗാമിക്ക്, എനിക്കവരെ ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അസ്തിത്വത്തിന്റെ മുരടിൽ നിന്ന് വേർപെട്ടു പോയി. എന്തുകൊണ്ട്? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ ആയത്തിന്റെ തഫ്സീർ ഹബീബ് തന്നെ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഞാൻ ഗുരുനാഥനാണ് എന്ന് മുഹമ്മദ് നബി. എന്താ സ്വഹാബികളെ പറ്റി പറഞ്ഞത്? സ്വഹാബികൾ ഇങ്ങനെ തന്നെ. സ്വഹാബികൾ കേട്ടു പഠിച്ചവരല്ല. പിന്നെ കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു, എന്താ ഉലമാ അലന്നാസ്. ഈ സമുദായത്തിലെ ആലിമീങ്ങൾ നല്ല ആലിമീങ്ങൾ ജാഹിലീങ്ങൾക്ക് പഠിപ്പിക്കുന്ന മതമല്ല ഇത്. വിദ്യാണ്ട ആലിമീങ്ങൾ ജാഹിലിന് പഠിപ്പിക്കുന്ന മതമല്ലത്. ഇത് ഷാഹിദ് വാഹിബിന് പഠിപ്പിക്കുന്ന മതമാണ്. കണ്ടോൻ കാണാത്തോൻ പഠിപ്പിക്കുക, എന്നിട്ട് അയാൾ പിന്നെ കാണാത്തോൻ കണ്ടോനാവുക, അങ്ങനെ പഠിപ്പിക്കുക. എൻ്റെ ഉസ്താദ് ഇവിടെ ഉണ്ട്. ആ ഉസ്താദിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദിന്റെ ഉസ്താദ് ശൈഖാദം ഹസ്രത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ മഹാന്മാരിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ വഴി അങ്ങനെ പോയാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ നിന്ന് കണ്ടിട്ടുണ്ട് റഹിമഹുല്ലാഹു അൻഹു. ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ പോയാൽ ഇമാം നവവിയിൽ നിന്ന് ആ വഴി കണ്ടിട്ടുണ്ട്. ആ വഴി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ തങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ വഴി അങ്ങനെ പോയാൽ നാഫിഇൽ നിന്ന് കണ്ടിട്ടുണ്ട്. നാഫിഅ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ഉലമാ അലന്നാസ് എന്നല്ല. പോട്ടന്മാരായ ആലിമ് ജാഹിലിന് പഠിപ്പിക്കുന്ന മതമല്ല ഇത്. ഇത് ഷാഹിദ് ഗായിബിന് പഠിപ്പിക്കുന്ന മതമാണ്. അങ്ങനെ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അവർ കണ്ടുപിടിച്ചു ഹബീബിൽ നിന്ന്, ഹബീബ് കണ്ടുപിടിച്ചു മുഖറബായ ജിബ്രീൽ. അങ്ങനെയാ ഇജാസത്തും. അങ്ങനെയാ ദീനി ദഅവത്തിന് ഇജാസത്ത് ഉണ്ടല്ലോ. ആർക്കാ ഇജാസത്ത്? ഖുർആൻ പഠിച്ചവർക്ക് ഇജാസത്ത്. ആരാ പറഞ്ഞത്? ആരായി സോണിയ മതിരി വിളിച്ചു പറയാം? ആരാത് പറഞ്ഞത്? ഖുർആൻ പഠിച്ചവർക്ക് ദഅവത്ത് നടത്താൻ ഇജാസത്ത് ഉണ്ട്. ആരായത് പറഞ്ഞത്? അല്ലാഹുവിൻ റസൂൽ ഇജാസത്ത് കൊടുത്തിട്ടില്ല. ഹബീബായ റസൂലുള്ള ലോകത്തെ ഒലക്കമുക്കി പത്രത്തിൽ എഴുതിയ പോരാ, ചിന്തിക്കണം. ഹബീബായ റസൂലുള്ള പറഞ്ഞത് ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഫൽയുബല്ലിഗ് ആലിമുൽ ജാഹിൽ എന്നല്ല, ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. കണ്ടുപഠിച്ചവർ കാണാത്തവർക്ക് പഠിപ്പിക്കട്ടെ.
ഇത് ആലിമ് പഠിപ്പിക്കുന്ന ജാഹിലിന് പഠിപ്പിക്കുന്ന മതം അല്ല. ഇത് ഷാഹിദ് ഗായിബിന് പഠിപ്പിക്കുന്ന മതമാണ്. നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം വിശ്വാസികളെ. ഈ ഷഹാദത്തിന്റെ വഴിയെങ്ങാനും അങ്ങനെ നോക്കൂ നിങ്ങൾ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ പറ്റി അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിശദീകരിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി എന്ന ഗുരുനാഥന്റെ പിന്നാലെ നടന്നു അവർ. അതുകൊണ്ടാണ് അവർ നേടിയിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി الذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره. അവിടെ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു മുഹമ്മദ് നബി എന്ന ഗുരുനാഥന്റെ പിന്നാലെ നടന്ന ആളുകൾ എന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരലോകത്തും അങ്ങനെയല്ലേ പറഞ്ഞത്? يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا اتمم لنا نورنا فاغفر لنا إنك على كل شيء قدير. അപ്പൊ ആ വഴിനെ തെറ്റാൻ പാടില്ല. ആ ഗുരുകുല വിദ്യാഭ്യാസമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയും. അതന്നെയാണല്ലോ السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. والسابقون الأولون من المهاجرين والأنصار ഒന്നാം കാലക്കാരായ മുഹാജിരീങ്ങളും അൻസാരികളും. പിന്നെയോ വല്ലദീന തബഊഹും അവരെ ചവിട്ടൊപ്പിച്ച് പിന്നിൽ നടന്ന ആളുകളും. ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക എന്നാണ്. ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക എന്നാണ്. അതിനാ ഇത്തിബാ എന്ന് പറയുക. ഒരാൾ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ മനസ്സിലാവൂല. ഒരാൾ ചെയ്തതും വേറൊരാൾ ചെയ്തതും തമ്മിൽ, ഒരാൾ ചെയ്തതും വേറൊരാൾ ചെയ്തതും തമ്മിൽ ഒരുപോലെയായാൽ അതിന് ഇത്തിഫാഖ് എന്ന് പറയും. ഇത്തിബാ എന്നാൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഈ വയറ് പോലെ വേറൊരാളെ വയറിലായിപ്പോയാൽ അത് അങ്ങനെ അവസ്ഥ സ്വാഭാവികമായി യോജിച്ചാൽ അതിന് ഇത്തിഫാഖ് എന്ന് പറയും. അത് യോജിച്ചതാണ് അങ്ങനെ പറയും. അതല്ല ഇത്തിബാ. ഇത്തിബാ എന്നാൽ ഈ വയറ് കേട്ടിട്ട് ഒരാൾ ഇങ്ങനെ പറയാൻ നോക്കിയാൽ അതിന് ഇത്തിബാ എന്ന് പറയും. والذين اتبعوهم بإحسان الذين يتبعون الرسول النبي الأمي എന്ന് വിശുദ്ധ ഖുർആൻ നിരക്ഷരനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുന്ന ആളുകൾ, നിരക്ഷരനായ മുഹമ്മദ് നബി. കൂട്ടത്തിൽ പറയട്ടെ, ഈ അടുത്ത് ഏതോ ഒരു മുസ്ലിം MP മുഹമ്മദ് നബിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നമ്മണി വലിയ ഒരു വലിപ്പത്തരം എഴുന്നള്ളിക്കോയി ഉണ്ടായി. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു അവിടെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ الذين يتبعون الرسول النبي الأمي പിന്നിൽ നടന്ന ആളുകൾ, കൂടെ നടന്ന ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ആ കൂടെ നടക്കലിനും ആ ഗുരുകുല ബന്ധത്തിനും വലിയ പ്രാധാന്യം ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിച്ചു ആ ഗുരുകുല ബന്ധം, ശിഷ്യബന്ധം. ശ്രദ്ധിക്കുക. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് കൂടി കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി. ഇനി ഹബീബായ നബി പറഞ്ഞു, ഫയഗ്സൂ ഫിആമും മിനന്നാസ്.